ഇപ്പോഴത്തെ ലോഡിൽ വന്ന ചെമ്പരത്തികളാണ്. ഓരോ ആളുകളും ഇങ്ങനെയാണ് നുള്ളിപ്പറക്കിയിട്ടാണ് പ്ലാന്റ് എടുക്കുന്നത്. ആ അടുത്ത വെറൈറ്റികൾ നമ്മളെ ടേബിളിൻ്റെ മേളിൽ വന്നിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കിടിലം വെറൈറ്റി ചെമ്പരത്തികൾ പൂ വിരിയുന്നതനുസരിച്ച് വിറ്റുകൊണ്ടിരിക്കും. നമ്മളെ നേഴ്സറി അപ്ഡേറ്റ് ആണ്. അതായത് നമ്മളെ എക്സിബിഷൻ നടക്കുന്നത് ആശ്രമം മൈതാനത്താണ്. അവിടെ കൊണ്ടുവന്ന് വെച്ച് വിരിയുന്നതനുസരിച്ച് വിറ്റ് പോകുന്ന പ്ലാന്റാണ്. ചിലപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതേപോലെ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ ചിലപ്പം കണ്ടിട്ടില്ല എന്ന് വരും. ഇപ്പം വന്നവർക്ക് അറിയാൻ പറ്റും എന്തുമാത്രം പ്ലാന്റിനകത്ത് പൂ ഉണ്ടായിരുന്നെന്നും എന്തുമാത്രം കളറുള്ള ചെമ്പരത്തികൾ ഉണ്ടായിരുന്നു. തന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ നേഴ്സറിയാണ്. നേഴ്സറിയുടെ കൗണ്ടറിനകത്ത് ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന 3 പ്ലാന്റ് ഒരാളെടുത്ത് വെച്ചേക്കുന്നതാണ്. നല്ല കിടിലം പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. ആ കളറിൻ്റെ അകത്ത് ആ ഒരു മഞ്ഞയൊക്കെ കാണുമ്പം ഒരു രക്ഷയില്ല പ്ലാന്റ് കാണാനായിട്ട്, അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം. തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റിൽ അറിയിക്കുക. പുതുവത്സരമായിട്ട് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാനുള്ളത് ഈ ഒരു വീഡിയോ ആണ്. പലയിടത്തു നിന്നും പല രാജ്യങ്ങളിൽ നിന്ന് വരെ ഇരുന്ന് കാണുന്ന ഒരുപാട് മലയാളിയായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് വീഡിയോ എടുത്തിടുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ചെറിയ വോയിസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. അതേപോലെ തന്നെ ചെമ്പരത്തികളുടെ കെയർ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ല എന്ന് എനിക്ക് അറിയാം. എങ്കിലും ഒന്ന് പറയുകയാണ്, നമ്മളിപ്പം ആവശ്യത്തിന് വെള്ളം കൊടുത്താൽ മതി. അതേപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം പ്ലാന്റ് വെക്കാനായിട്ട്. അതേപോലെ തന്നെ എല്ലുപൊടി, വെപ്പിണക്ക്, ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഒരു വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണിൽ വേണം പ്ലാന്റ് വെക്കാനായിട്ട്. വരുമ്പോൾ ചിലപ്പം പറയാൻ പറ്റില്ല. പുറത്തുനിന്ന് വരുന്ന പ്ലാന്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂനെന്നൊക്കെ വരുന്ന പ്ലാന്റ് ചുമന്ന മണ്ണിനകത്താണ് ഇരിക്കുന്നത്. അത് ഒന്ന് ഉടച്ചിട്ട് വേണം പ്ലാന്റ് വെക്കാനായിട്ട്. അതേപോലെ തന്നെ വെക്കുന്ന സമയത്ത് ചെടിച്ചട്ടിയുടെ അടിഭാഗത്ത് 2-3 കല്ല് ഓടിൻ്റെ ബേസ് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ വേര് പെട്ടെന്ന് ഓടി പിടിക്കാനും അതേപോലെ തന്നെ ഒരു തണുപ്പ് കിട്ടാനും അതേപോലെ തന്നെ വെള്ളം വാർന്ന് പോകാനും അത് നിങ്ങൾക്ക് സഹായമായിരിക്കും. അതേപോലെ തന്നെ പൂക്കാൻ വേണ്ടിയിട്ട് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് DAP കൊടുക്കാം. ഡൈ അമോണിയം ഫോസ്ഫേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഡൈ അമോണിയം കൊടുക്കുകയാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടംബോസ് കൊടുക്കാം. നമ്മൾ റോസിന് ചെയ്യുന്ന അതേപോലെ തന്നെ ഫ്ലവർ ഐറ്റം ആയിട്ടുള്ള എല്ലാത്തിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. 10 ദിവസത്തെ ഇടവേളയിലാണ് പ്ലാന്റിന് വളങ്ങൾ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ എല്ലുപൊടി, വെപ്പിണ്ണക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വളക്കൂട്ട് കുറച്ചിട്ട് കൊടുത്തിട്ട് മേൽമണ്ണ് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പിടി മണലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത്, മണൽ കിട്ടാൻ പാടാണ്, എന്നാണെങ്കിൽ റോഡിൽ നിന്ന് ഒഴുകിയിരുന്ന മണ്ണിനെ ഒന്ന് അരിച്ച് അതിനകത്ത് ചല്ലി എടുത്തതിന് ശേഷം അതും കൂടെ ആ മണ്ണിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഇട്ട് മേൽമണ്ണ് ഇളകി കൊടുക്കുന്നത് അടിപൊളിയാണ്. പ്ലാന്റിന് വളർച്ചയ്ക്കും ആ വേര് ഓടാനും ഒക്കെ ഏറ്റവും കിടിലമായിട്ടുള്ള ഒരു ടിപ്പായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. അതേപോലെ നിർബന്ധമായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ഫംഗിസൈഡാണ്. അതിനകത്തെന്ന് പറഞ്ഞാൽ ഇൻഡോഫില്ലോ അല്ലെങ്കിൽ സാഫോ, ഏറ്റവും ഗുഡ് ഇൻഡോഫിലാണ്. ഇൻഡോഫിൽ എടുക്കുക. 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിന് 1 സ്പൂൺ, 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ സാഫ് മേടിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇതിൻ്റെ തണ്ട് ഭാഗം വരുന്നിടത്ത് നല്ല വൃത്തിയാവണ്ണം ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇതേപോലെ പ്ലാന്റിനകത്തെന്ന് പറഞ്ഞാൽ ചെമ്പരത്തി നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ടി വരും. നല്ല സൂര്യപ്രകാശം വേണം. അത് മാത്രം പോരാ, ഇതിനെ നമുക്ക് ഈ തണ്ട് ഭാഗത്ത് ഫംഗസ് കയറി പിടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മുഞ്ഞ പോലുള്ള അസുഖങ്ങൾ വരാനായിട്ട്, ഫംഗസൊക്കെ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അന്നേരം കറക്റ്റായിട്ട് നമ്മൾ ഇൻഡോഫില്ലോ അല്ലെങ്കിൽ സാഫോ ഏതെങ്കിലും ഒന്ന് നല്ല വൃത്തിയാവണ്ണം സ്പ്രേ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് എടുത്ത് വെച്ച് നല്ല വൃത്തിയാവണ്ണം അതിൻ്റെ തൊലിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ അഥവാ നിങ്ങൾ വീട്ടിൽ ചെമ്പരത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ടിപ്പും കൂടെ പറഞ്ഞു തരാം. തണ്ടിനകത്ത് നല്ല കറുത്ത കളറിൽ മുഞ്ഞ പോലെ പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് എന്താ പറയുക, സ്റ്റെറിലൈസ് ചെയ്ത് ഒരു പിച്ചാത്തി എന്തെങ്കിലും വെച്ചിട്ട് ഷാർപ്പായിട്ടുള്ളത് ആ തൊലി പതുക്കെ ചിരണ്ടി കളഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ ബ്രഷിനകത്ത് സ്വല്പം ഈ ഫംഗിസൈഡ് നല്ല വൃത്തിയാണ് പേസ്റ്റ് പോലെയാണ് ആക്കേണ്ടത്. അതായത് നല്ല കുഴമ്പ് രൂപേണ ആക്കിയതിന് ശേഷം സ്വല്പേച്ച തേച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് നിങ്ങളെ വീട്ടിലുള്ള ചെമ്പരത്തിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ എങ്ങനെയുണ്ട്, ഇതെങ്ങനെയാണ്, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്നൊക്കെ 1 ആഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് ഈ വീഡിയോയിൽ തന്നെ ഒന്ന് കമൻറ്റ് അറിയിക്കുക. ആശ്രമ മൈതാനത്താണ് നമ്മൾ എക്സിബിഷൻ നടക്കുന്നത്. അന്നേരം ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അന്നേരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അന്നേരം എല്ലാവർക്കും 2023 സ്വാഗതം. ഇന്ന് രാത്രി തീരുമ്പം ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നഴ്സറി എക്സിബിഷൻ ഇതൊരു 10-10 തീയതിക്ക് മേളിൽ എന്തായാലും കാണും. അന്നേരം നിങ്ങൾ കൊല്ലത്തോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ വന്ന് കാണാനായിട്ട് ആവശ്യമുള്ളതൊക്കെ മാവും പ്ലാവും തെങ്ങും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആവശ്യമുള്ളതൊക്കെ വന്ന് വാങ്ങുക. അതേപോലെ തന്നെ റോസിൻ്റെ പരിചരണം ഒരുപാട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം വീഡിയോയും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം മാക്സിമം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.